വിരലെടുത്ത് വെച്ചുകൊണ്ട് റസൂലുള്ള പറയുകയാണ് ആമീൻ. ഫലമ്മാ നസല മിനൽ മിമ്പർ, മിമ്പറിൽ നിന്ന് റസൂലുള്ള താഴേക്ക് ഇറങ്ങി. സഹാബാക്കൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ലഖദ് സമിഅനാ മിൻകൽ യൗമ ശൈഅൻ മാ കുന്നാ നസ്മഉഹു ഖബൽ. നബിയേ, എത്രയോ പ്രാവശ്യം അങ്ങയോടൊപ്പം ഈ മിമ്പറിന്റെ ഓരത്ത് ഞങ്ങൾ തടിച്ചുകൂടിയവരാണ്, അങ്ങ് മിമ്പറിലേക്ക് കയറാറുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം മിമ്പറിൽ കയറിയപ്പോൾ ഓരോ പടിയിലും കയറി ആമീൻ 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 എന്ന് പറഞ്ഞല്ലോ. ശഅബാനിന്റെ അവസാനത്തെ രാവുകളാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ആമീൻ പറഞ്ഞത് എന്തെന്നറിയാനുള്ള ആവേശമായി പോയി സഹാബാക്കൾക്ക്. ബഹുമാനപ്പെട്ട പ്രവാചകൻ വിശദീകരിച്ചു കൊടുക്കുകയാണ്, ഏ സഹാബത്തെ, ഇന്ന ജിബ്രീല ഖദ് അറളലി, ജിബ്രീൽ എന്നെ വിളിച്ചു കൊണ്ടുവന്ന് മിമ്പറിലേക്ക് കയറാൻ പറഞ്ഞു. മിമ്പറിൽ കയറിയിട്ട് ദുആ ചെയ്താൽ ആ ദുആ ഖബൂലിയത്താണ് എന്നതിന്റെ തെളിവാണ് സഹോദര. ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല, സമയമില്ല. ജിബ്രീൽ എന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് എന്നെ വിളിച്ച് എന്നെ ക്ഷണിച്ച് മിമ്പറിന്റെ അരികിലേക്ക് കൊണ്ടുപോയി. ആ മിമ്പറിന്റെ പടിയിൽ കയറി നിന്നുകൊണ്ട് ആദ്യമായി ജിബ്രീൽ എന്റെ ഉമ്മത്തിന് എതിരെ പ്രാർത്ഥിക്കുകയാണ്. സഹാബത്തെ, ഫലം യുഗ്ഫർ ലഹു ഖുൽതു ആമീൻ. പരിശുദ്ധമായ റമദാൻ സമാഗതമാകാൻ പോകുന്നു. ശഅബാനിന്റെ രാവുകളിലാണ്. ശഅബാനിന്റെ രാപ്പാലുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതേപോലെ ഒരു ശഅബാൻ മാസത്തിന്റെ അവസാനത്തെ രാവിലാണ് പരിശുദ്ധ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ സഹാബാക്കളെ അഭിസംബോധന ചെയ്ത് റസൂലുള്ള പറഞ്ഞത്, ബഅദമൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു. പരിശുദ്ധ റമളാൻ സമാഗതമായിട്ട് ഒരുവന്റെ പാപം പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ, കോപമുണ്ടാകട്ടെ, അവൻ സ്വർഗ്ഗത്തിൽ നിന്ന് ദൂരം പ്രാപിക്കട്ടെ എന്ന് ദുആ ചെയ്തപ്പോൾ സഹാബത്തെ, ഗത്യന്തരമില്ലാതെ ഖുൽതു, ഞാൻ പറഞ്ഞുപോയി ആമീൻ. ഈ ദുആ ഒന്ന് സ്വീകരിക്കണേ എന്റെ റബ്ബേ. ലോകൈക ഗുരുവിന്റെ പ്രാർത്ഥനയാണ്, ആ ഹബീബിന്റെ ദുആയാണ്. ആ ഹബീബ് കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ ആ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടാത്ത ഒരു ദിവസമുണ്ടോ, ഒരു സമയമുണ്ടോ, ഒരു നിമിഷമുണ്ടോ? ആ റസൂലിന്റെ ദുആയ്ക്ക് ഇജാബത്ത് അല്ലാഹു നൽകിയെങ്കിൽ സുഹൃത്തെ, ആ റസൂൽ രണ്ടാമത്തെ പടിയിലേക്ക് കയറിയപ്പോൾ ജിബ്രീൽ വന്നുകൊണ്ട് പറയുന്നു, നബിയെ, അങ്ങയുടെ പേര് കേട്ടിട്ട് അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവരും അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരം പ്രാപിക്കട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ സഹാബത്തെ, ഖുൽതു, ഞാൻ പറഞ്ഞുപോയി ആമീൻ. പടച്ചവനെ, നീ ഇത് സ്വീകരിക്കണേ. ആരാണ് മദീനയുടെ പൂമണവാളനാണ്? ആരാണ് മദീനയുടെ പൂമണവാളനാണ്? ആമിന അബ്ദുള്ളയുടെ പൊന്നോമനയാണ്, ജിബ്രീലിന്റെ സതീർത്ഥ്യനാണ്. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പ്രാർത്ഥനയാണ്, അവിടുത്തെ ഇജാബത്താണ്, അവിടുന്ന് പറയുന്ന ആമീനാണ്. ഫലമ്മാ റഖീതു സാലിസ, മൂന്നാമത്തെ പടിയിലേക്ക് ഞാൻ കാലെടുത്തു വെച്ചപ്പോൾ ജിബ്രീൽ വന്നുകൊണ്ട് പറഞ്ഞു, ബൗദമൻ അദ്റക അബവൈഹി കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലം യുദ്ഖിലാഹുൽ ജന്ന. ആർക്കെങ്കിലും വന്യവയോധികരായ മാതാപിതാക്കൾ ഉണ്ടായിട്ട് കിഴവനോ കിഴവിയോ ആയ വൃദ്ധകളായ വൃദ്ധന്മാരായ മാതാപിതാക്കൾ ഉണ്ടായിട്ട് ആ മാതാപിതാക്കളെ സംരക്ഷിക്കാത്തതിന്റെ പേരിൽ ആർക്കെങ്കിലും നരകത്തിലേക്ക് പോകേണ്ടി വന്നാൽ അവനും അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരം പ്രാപിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ ഖുൽതു, ഞാൻ പറഞ്ഞുപോയി ആമീൻ. അടച്ച തമ്പുരാനെ, നിന്റെ കാരുണ്യം നിഷേധിക്കപ്പെട്ടവർ, നിന്റെ കാരുണ്യം നിഷേധിക്കപ്പെട്ടവർ, നിന്റെ അനുഗ്രഹം നിഷേധിക്കപ്പെട്ടവർ, നിന്റെ മഗ്ഫിറത്ത് നിഷേധിക്കപ്പെട്ടവർ, അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ, ഞങ്ങളുടെ ഇടയിൽ നീ അവരെ ജീവിക്കാൻ അനുവദിക്കല്ല അല്ലാഹ്. എന്നിട്ട് ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ സഹാബാക്കളോട് ചോദിച്ചു, മനിശ്ശഖിയുൽ മഹ്റൂം അതദറൂന മനിശ്ശഖിയുൽ മഹ്റൂം. സഹാബത്തെ, ആരാണ് ഞാൻ ഈ കൂട്ടത്തിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തല്ലേ എന്ന് പറഞ്ഞത് ആരാണ് എന്ന് റസൂലുള്ള നബി തങ്ങൾ സഹാബാക്കളോട് ചോദിക്കുന്നു. ആരാണെന്നറിയുമോ? ഖാലു, അവർ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, അറിയില്ല നബിയെ, അറിയില്ല നബിയെ. ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ കൂട്ടർ താരിഖുസ്സലാഹ്, നമസ്കാരം ഒഴിവാക്കിയവർ.
റസൂലുള്ളാഹി ദുആ ചെയ്ത ഈ കൂട്ടരെ ഞങ്ങളുടെ കൂട്ടത്തിൽ നീ വെച്ച് പൊറുപ്പിക്കല്ല അല്ലാഹ്. നബിതങ്ങളും മദീന പള്ളിയുടെ മിമ്പറിന്റെ അടുത്തിരുന്ന് ദുആ ചെയ്ത ദുആയാണ്. അവരാണ് ശഖീയും മഹറൂം. ഓരോ പള്ളികളിലും ദുആ ചെയ്യാറുണ്ട്. ഇത് റസൂലുള്ളാഹി ചെയ്തത് ആരെക്കുറിച്ച്? നമസ്കാരവുമായി ബന്ധമില്ലാത്തവർ. എന്നിട്ട് റസൂലുള്ളാഹി വീണ്ടും പറയാണ്, അന്നഹു മൻ യസ്വദ് അവ്വലു മൻ യസ്വദ് വുജൂഹു താരിഖി സ്വലാ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ആദ്യമായി മുഖം വിവർണമാകുന്നത്, മുഖം കറുക്കുന്നത്, കറുത്ത് കരിച്ച് കരിവാളിച്ചു പോകുന്നത് ആരുടെ എന്നറിയുമോ സഹാബത്ത്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, താരിഖി സ്വലാ, നമസ്കാരം ഒഴിവാക്കിയവരുടെ മുഖം നാളെ കറുത്ത് കരിവാളിച്ചു പോകും ഖിയാമത്തിന്റെ നാളിൽ. തീർന്നില്ല, വീണ്ടും റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, നരകത്തിൽ ഒരു പ്രത്യേകമായ ചെരുവുണ്ട്, അതിന് ലംലം എന്നാണ് പേര് പറയുന്നത്. അതിൽ ഒരുപാട് പാമ്പുകളുണ്ട്, ഒരുപാട് പാമ്പുകളുണ്ട്. പാമ്പിന്റെ ഓരോ പാമ്പിന്റെയും വണ്ണം ഒട്ടകത്തിന്റെ കഴുത്ത് പോലെ വണ്ണിച്ചതാണ്. ആ പാമ്പിന്റെ നീളം മസീറത്തു ഷഹർ, ഒരു മാസം വഴിദൂരമാണ്. നമസ്കാരമില്ലാത്തവനെ അതിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും, അതിങ്ങനെ നക്കിക്കൊണ്ടിരിക്കും. അവന്റെ ശരീരത്തിലൂടെ ആ വിഷം ഇങ്ങനെ ഇറങ്ങുമ്പോൾ 70 വർഷക്കാലത്തോളം അവന്റെ ശരീരത്തിൽ അതിന്റെ വിഷമിങ്ങനെ തിളച്ചുകൊണ്ടവനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഭൂമിക്കടിയിലേക്ക് അവൻ താഴ്ന്നു നിലവിളിക്കും. പിന്നീട് കുറേശ്ശെ അവന്റെ ശരീരത്തിന്റെ ഒട്ടിച്ചേർന്നിരിക്കുന്ന മാംസതളങ്ങളെല്ലാം അടർന്നടർന്ന് വീഴുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ആരെ കുറിച്ചാണ്? അവന്റെ മുഖമാണ് നാളെ വിവർണമായി